സുവർണ ജൂബിലി നിറവിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി 1976 ഫെബ്രുവരി 12-നാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. 50 വർഷങ്ങൾക്കിപ്പുറം ഇന്നും കേരളത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി ഇടുക്കി ഡാം തലയുയർത്തി നിൽക്കുന്നു. ആയിരത്തി 1919 ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന എഞ്ചിനീയറാണ് ഇടുക്കിയിൽ ഒരണക്കെട്ടിന്റെ സാധ്യത ആദ്യം നിർദ്ദേശിച്ചത്. തിരുവിതാംകൂർ സർക്കാർ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. 1922 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ നായാട്ടിനെത്തിയപ്പോൾ സഹായിയായി കൂടെയുണ്ടായിരുന്ന കരുവെള്ളായൻ കൊലുമ്പൻ എന്ന ആദിവാസിയാണ് കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ കുതിച്ചൊഴുകുന്ന പെരിയാറിന് ദൃശ്യം ആദ്യമായി കാട്ടിക്കൊടുത്തത്. ഈ കണ്ടെത്തൽ പിന്നീട് ചരിത്രമായി മാറി. കുറവൻ കുറത്തി മലകൾക്കിടയിൽ അണകെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് ജോൺ 1932 തിരുവിതാംകൂർ സർക്കാരിനെ അറിയിച്ചു. 1956 സംസ്ഥാനവും 1957 കേന്ദ്ര ജലവൈദ്യുത കമ്മീഷനും ഇതിൽ തുടർപഠനം നടത്തി. 1966 കൊളംബോ പദ്ധതി പ്രകാരം ഇടുക്കി പദ്ധതിക്ക് കാനഡ സഹായം വാഗ്ദാനം ചെയ്തതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കെത്തി. ആദ്യമായി വനം വെട്ടിത്തെളിച്ച് റോഡും പാലങ്ങളും നിർമ്മിച്ചു. വ്യത്യസ്തമായ 3 അണക്കെട്ടുകളാണ് ഇടുക്കി പദ്ധതിയിലുള്ളത്. ഇടുക്കിയിൽ പെരിയാറിന് കുറുകെയും അതിൻ്റെ പോഷക നദിയായ ചെറുതോണി ആറിന് കുറുകെ ചെറുതോണിയിലും അണകെട്ടി സംഭരിക്കുന്ന ജലം ഒരു തുറന്ന ചാലിലൂടെ കിളിവള്ളിത്തോടുമായി യോജിപ്പിച്ച് കുളമാവിൽ മറ്റൊരണകെട്ടി തുരങ്കത്തിലൂടെ വെള്ളം മൂലമറ്റത്തെ ഭൂഗർഭ നിലയത്തിലെത്തിച്ച് കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്താണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഉയരം കൊണ്ട് ഇന്ത്യയിൽ 2ാമത്തേതും ലോകരാഷ്ട്രങ്ങളിൽ 36ാമത്തേതുമാണ് ഇടുക്കി ഡാം. 2000 ദശലക്ഷത്തിലേറെ വെള്ളം ശേഖരിക്കാൻ ഇടുക്കി ഡാമിന് ശേഷിയുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.